ആദരവിറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖറഅൽ ഖുർആന വതഅല്ലമഹു വഅമില ബിഹി, ഒരാൾ ഖുർആൻ പാരായണം ചെയ്തു, ഖുർആനെ പഠിച്ചു, ഖുർആൻ അനുസരിച്ച് പ്രവർത്തിച്ചു, പാരായണം ചെയ്തു, പഠിച്ചു, പകർത്തി എങ്കിൽ ഉൽബിസ യൗമൽ ഖിയാമത്തി താജം മിൻ നൂരിൻ, അന്ത്യനാളിൽ അയാൾ പ്രകാശത്താൽ ഒരു കിരീടം ധരിപ്പിക്കപ്പെടും. ദൗഉഹു മിസ്ല ദൗഇ ശംസ്, ആ കിരീടത്തിൻ്റെ വെട്ടം, പ്രകാശം സൂര്യപ്രകാശത്തിന് സമാനമായിരിക്കും. തീർന്നില്ല. വയുക്സ വാലിദാഉ ഹുല്ലതാനി, ഈ ഖുർആൻ പഠിതാവിൻ്റെ മാതാപിതാക്കൾക്ക് 2 ഹുല്ലകൾ ധരിപ്പിക്കപ്പെടും, 2 വസ്ത്രങ്ങൾ. ലാ തഖൂമു ബിഹിമദ്ദുന്യ, ഈ ദുനിയാവിൽ ഒന്നുമേ ആ 2 വസ്ത്രങ്ങളോടും കിടയക്കുകയില്ല, അത്രമേൽ അമൂല്യമായ വസ്ത്രങ്ങൾ. എത്രത്തോളം? ഫയഖൂലാനി, തങ്ങൾ ഇത് ധരിപ്പിക്കപ്പെടുമ്പോൾ ആ മാതാപിതാക്കൾ ചോദിക്കും, ബിമ കുസീന ഹാദ, ഈ വസ്ത്രം എന്തിനാണ് ഞങ്ങൾക്ക് ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ഫയുഖാൽ, അപ്പോൾ അവരോട് പ്രതികരിക്കുന്നത്, ബി അഖ്ദി വലദികുമൽ ഖുർആൻ, നിങ്ങൾ ഇരുവരുടെയും സന്തതി ഖുർആൻ പഠിച്ചതിനാൽ എന്നാണ് ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്റക്കിൽ നിവേദനം ചെയ്യുന്ന ഹദീസ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം മാത്രമല്ല, പിന്നെയോ മൻ ഖറഅൽ ഖുർആന വതഅല്ലമഹു വഅമില ബിഹി, പാരായണവും പഠനവും അത് പകർത്തലുമൊക്കെ പ്രാവർത്തികമാക്കി തെളിയിക്കലുമൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ പഠിക്കുവാനുള്ള തരപ്പെടുത്തപ്പെട്ട അവസരങ്ങളെ, വിശേഷിച്ച് നമ്മുടെ ഈ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളെ മുഖവിലക്കെടുക്കാനും പഠിക്കാനും പ്രചോദനമാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ പ്രത്യേകം ഉണർത്തിയത്.